നിരാലംബരായ കുടുംബത്തിന് അന്തിയുറങ്ങാൻ നന്മ മനസ്സുകളുടെ കൂട്ടായ്മയിൽ വീട് നിർമ്മാണത്തിന് തുടക്കമാകുന്നു. കണ്ടല്ലൂർ വടക്ക് പട്ടോളി മാർക്കറ്റിൽ എസ്.എൽ. നിവാസിൽ ശശിധരന്റെ കുടുംബത്തിനാണ് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ച് നൽകുന്നത്. കണ്ടല്ലൂർ വടക്ക് പട്ടോളി മാർക്കറ്റ് എസ്.എൽ. നിവാസിൽ ശശിധരന്റെ കുടുംബത്തിനാണ് ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കുന്നത്. കരുതലിന്റെ 95ാമത് വീടാണിത്. തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്ന ശശിധരൻ ഇപ്പോൾ തളർന്നു കിടപ്പിലാണ്. മാനസിക നില തെറ്റിയ അവസ്ഥയിലുള്ള ഭാര്യയ്ക്കും 2 മക്കൾക്കുമൊപ്പം ചോർന്നൊലിക്കുന്ന കൂരയിലാണ് കുടുംബം കഴിയുന്നത്. ഈ കുടുംബത്തിന് കെട്ടുറപ്പുള്ള വീട് നിർമ്മിക്കുന്നതിന് വാരമ്പത്ത് റെസിഡൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെ ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദീപാവലി ദിനത്തിൽ ചലഞ്ച് സംഘടിപ്പിച്ചിരുന്നു. താഴ്ന്ന പ്രദേശം നികത്തിയെടുത്താണ് വീട് നിർമ്മിക്കുന്നത്. 8 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന വീടിന്റെ നിർമ്മാണം വിഭവ സമാഹരണത്തിലൂടെ കണ്ടെത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെന്നിവിടെ പറഞ്ഞു. കണ്ടല്ലൂർ പഞ്ചായത്തിലെ 14ാം വാർഡിലാണ്. പറഞ്ഞ പോലെ ഒരു ദിവസം അജിത് സാർ, എനിക്കൊരു വലിയ സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങളിത് വന്ന് കണ്ടപ്പോൾ ഈ വീട്ടിനകത്തോട്ട് ഒന്ന് കയറാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ശശിചേട്ടൻ ഇവിടെ പെരയ്ക്കകത്തിരുന്നുകൊണ്ട് ചൂണ്ടയിടാം എന്ന് പറഞ്ഞാൽ ആ കിഴക്ക് സൈഡിൽ കാണുന്ന അതേ അവസ്ഥയായിരുന്നു ഈ വീടിന്റെ മുൻവശം. ഈ വീട് ചുറ്റും ഈ പറയുന്ന കണ്ടെത്താൽ ചെളി ഒഴുക്കില്ലാത്ത വെള്ളത്താൽ കെട്ടിയുന്നൊരു സാഹചര്യം. ഈ വീടാണെങ്കിൽ മുഴുവൻ ആസ്പെറ്റോ ഷീറ്റ്, മുഴുവൻ വെള്ളം ഇങ്ങനെ അകത്ത് മഴ പെയ്യുന്ന അവസ്ഥയായിരുന്നു. ഈ ഉണങ്ങിയ തുണികളൊക്കെ നനഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ മഴയത്ത് വന്നപ്പോൾ ഇതിനകത്ത് കയറി കാണേണ്ട സാഹചര്യം ഉണ്ടായി. വളരെ ഒരു പ്രതിസന്ധിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വരമ്പത്ത് അസോസിയേഷൻ്റെ പ്രസിഡന്റ് അജിത് സാർ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് തോന്നിയില്ല അവരും 5-10 രൂപ അല്ലെങ്കിൽ 10-25 രൂപ ഒരു ചലഞ്ച് നടത്തി കൊടുക്കാം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കാം ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. പക്ഷേ ഞങ്ങൾ ഈ വീടിൻ്റെ സാഹചര്യം കണ്ടപ്പോൾ തന്നെ ഈ വീട് വളരെ വല്ലാത്ത ഒരു വേദനയായിട്ടാണ് ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോയത്. എനിക്ക് തോന്നുന്ന റെസിഡൻസ് അസോസിയേഷൻകാരും ഈ വീടിൻ്റെ ഇത്രയ്ക്കുള്ള ദയനീയ അവസ്ഥ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്ക് ബാത്റൂമൊക്കെ ആണെങ്കിൽ ഒരു ടാർപ്പ ഷീറ്റ് വലച്ച് കെട്ടിയ പാതയിൽ. ശരിക്കും അന്ന് മുതൽ തുടങ്ങിയ ഒരു ചെറിയൊരു ചിന്തകൾ ഒരു ചലഞ്ചിലേക്ക് വന്നു. ദീപാവലിക്ക് ചേമ്പുമിത്തും കപ്പക്കിഴങ്ങും ഒക്കെ പുഴുങ്ങി പുല്ലുളങ്ങര ജംഗ്ഷനിൽ നിന്നപ്പോൾ വലിയ ദൈവിക അനുഗ്രഹം മനുഷ്യരിൽ കൂടി അവിടെ ഉണ്ടായി. 1,71,000 രൂപ കിട്ടി. അപ്പോൾ ഈ 1,71,000 രൂപ കിട്ടിയപ്പോൾ ഈ വീട് ഒന്ന് നിർമ്മിക്കുക എന്നുള്ള ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കുറച്ചുകൂടി ബലം കൂടി. ഈ പിതാവിനും മാതാവിനും മകൾക്കും ഒക്കെ ഇപ്പോൾ ഉള്ള വീട്ടിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ സാധിക്കുന്നു. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഈ കുടുംബത്തിനൊരു വീട് വെക്കുവാൻ, ഒരു പുതിയ വീട് നിർമ്മിക്കുവാൻ നാളെ ജോഷുവ മാരിക്കിനകത്ത് സിബിയിൽ കല്ലിടുകയാണ്. നിങ്ങളെല്ലാവരെയും ഈ പറയുന്ന നല്ല ദിവസത്തിൽ നാളെ ഉച്ചയ്ക്ക് നടക്കുന്ന ആ ഒരു സൽക്കർമ്മത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രസാദാണ് വീട് പണിയുന്നത്. 3 മാസം കൊണ്ട് ഈ വീട് പൂർത്തീകരിക്കത്തക്ക വിധത്തിലാണ്. ഇത് തുടങ്ങിയപ്പോൾ തന്നെ കട്ട തന്നു, മണ്ണ് കിട്ടി, കമ്പി കിട്ടി, സിമെന്റ് കിട്ടി. എൻ്റെ ഒരു സുഹൃത്ത് ഡോട്ടിദാസ് പറഞ്ഞ, ഇവിടെ എല്ലാം പേര് പറയേണ്ടതാണ്, പല വീഡിയോയിലും പേര് പറഞ്ഞതാണ്. ഡോട്ടിദാസ് പറഞ്ഞു എൻ്റെ വീട്ടിൽ വലിയ 2 മഹാഗണി നിൽക്കുന്നു. ആ മഹാഗണി മറ്റെൻ്റെ സുഹൃത്തിൻ്റെ സഹോദരൻ സജിക്ക് മില്ലിലേക്ക് കൊടുത്തപ്പം ഈ വീടിന് ആവശ്യമായ എല്ലാ കട്ടലയും ജെല്ലും കിട്ടി. വാർക്കാനുള്ള സിമെന്റ് ഈ അടുത്ത ദിവസം എൻ്റെ കമ്പി കിട്ടി, സിമെന്റ് കിട്ടി, എല്ലാം. അത്തരത്തിൽ വലിയൊരു ദൈവീയ, ഞാൻ പറയും ഇവിടുത്തെ മകളുടെ ഒരു ഭാഗ്യമാണ് എന്ന്. ആരതി ശരണ്യയുടെ ഒരു ഭാഗ്യമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും ശരണ്യയ്ക്കും കുടുംബത്തിനും, ശരണ്യാണ് ഞാൻ നോക്കിയത്, അപ്പനെയും അമ്മയല്ല നോക്കിയത്. ആ 22 വയസ്സുള്ള മകൾക്ക് അടച്ചുറപ്പുള്ള, ഞാൻ വീടും മാത്രമല്ല ആ ഒരു ബാത്റൂം ഒന്ന് കാണേണ്ടതാണ്. ശരിക്കും അത് ആ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരുത്തി ആ കുടുംബത്തിന് നല്ലൊരു കൊച്ചു കൊട്ടാരം പണിയുവാൻ നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് വീടിന്റെ തറക്കല്ലിടൽ നിർവഹിക്കും. CDNet ന്യൂസ്, കായംകുളം.